അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കാറ്റാടിക്കടവ്. നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ വ്യൂ പോയിന്റില്ലേ, കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. 6-7 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കുത്തനുള്ള ഏറ്റവും എയർപിൻ ടേണുമാണ്, നല്ല അടിപൊളി റൂട്ട്. അപ്പോൾ ഇതാണ് കാറ്റാടിക്കടവ് എൻട്രൻസ്. അപ്പോൾ അയ്യം പറയണം 5-10 കിലോമീറ്റർ ഉണ്ടാവും എന്നൊക്കെയുള്ള പറയണം. എനിക്ക് തോന്നാട്ടെ ഞാൻ അവിടെ എത്തുന്നു. 5-10 കിലോമീറ്റർ നടക്കാനോ എന്തീ പറയണം, എന്നെക്കൊണ്ട് പറ്റുമോ? ഏതായാലും വന്നാലും നമുക്ക് നോക്കാം, എവിടം വരെ എത്തും നോക്കാം. കാറ്റാടിക്കടവിലേക്ക് കയറി തുടങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ കിതച്ചു തുടങ്ങി. നല്ല കുത്തനുള്ള കയറ്റം. വീഡിയോയിൽ എത്രത്തോളം ഫീൽ ചെയ്യില്ല, പക്ഷെ ഭയങ്കര കയറ്റം, രക്ഷയില്ല. കയറ്റം കണ്ട, അപാര കയറ്റം. ഇതൊക്കെ ബൈക്ക് ഓടിച്ചുള്ള വഴിയാണെന്നേ. ഇതൊക്കെ തുറന്നു കൊടുത്ത് ബൈക്കിന് പോകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ വരും. എങ്ങാട് കഴിഞ്ഞാലും വ്യൂ ആണ്. അപ്പോൾ അവിടെ ചെന്നാലും കിട്ടിയാലും വ്യൂ ആവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അവിടെ വരെ നമ്മളെ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളതാണ്. എന്നാലും എത്തണം എന്നുള്ളൊരു വാശിക്ക് തന്നെയാണ് ഞാനും ഇറങ്ങിയേക്കണം. പിന്മാറൽ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ, എത്തിപ്പെടലാണല്ലോ അതിൻ്റെ ഒരു ടാസ്ക്. നമുക്കെന്തായാലും നോക്കാം. കശുമാവൊക്കെ ഇപ്പം ഉണ്ട്. ഇനി 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് ഇത് ഈ കടയിലെ ചേട്ടൻ പറഞ്ഞത്. 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ടീമേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ 2 വഴി കാണുന്നുണ്ട്. അത് ഇച്ചിരി നീറ്റായിട്ടുള്ള വഴി, ഇത് ഇച്ചിരി ദുർഘടം പിടിച്ച വഴി. മിക്കവാറും ദുർഘടം പിടിച്ച വഴിയിൽ നല്ല കളിച്ച വ്യൂ പോയിൻ്റ് ഉണ്ടാവുമായിരിക്കും. നമുക്ക് ആദ്യം ദുർഘടം പിടിച്ച വഴിയിലൊന്ന് പോയി നോക്കാം. എന്താണ് അവിടുത്തെ വല്ല വ്യൂ ഉണ്ടാവുമായിരിക്കും. ഇനി വല്ല വീട്ടിലേക്കുള്ള വഴിയാണെന്ന് അറിയാൻ പാടില്ല. മോന്ന് കയറി വന്ന വഴി.
എന്തോ ഒരു ഫെൻസ് കൈവരിയും ഒരു വ്യൂ പോയിൻ്റ് കാണണ്ടോ വെച്ചാണേ. അയ്യോ അങ്ങനെ കാളേറി പോണോക്കി. അതിൻ്റെ മുകളിൽ കയറേണ്ട വെച്ചാണേ. എങ്ങനെ കയറാനാണ്? ഇന്ന് രാത്രിയാലും വീട്ടിലെത്തില്ല. ഷോകോ കുത്തന കാണുന്ന മലയിലേക്ക് പോണ വഴി കണ്ടിട്ടുണ്ട? ഈ കമ്പിയുടെ സൈഡിൽ കൂടി ഇതിങ്ങനെയാണ് ആ വഴിയിലേക്ക് പോകണം, ആ സ്ഥലത്തേക്ക് പോകണം. ടഫാണ് അച്ഛനെ, ടഫാണ്. നമുക്ക് പോകേണ്ട വഴി ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇറങ്ങാൻ ടാസ്ക് ആണോടാ? നമ്മളെ പിടിച്ചുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ തലകുത്തി വീഴുന്ന സീനാണ്. വ്യൂ പൊളിയാണ്. ഒപ്പിച്ചിട്ട് ടഫാന്നുള്ളേ. ഓക്കെ, ശില കിടന്ന് കൂടാ കിടന്നത്. റെസ്റ്റ് എടുത്തിട്ട് പോവാ. പെട്ടെന്ന് ഇവിടെ എത്തി. ആ കാണുന്ന മല കണ്ട, അവിടെ നിന്നുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഈ മല കാണിച്ചത്. ആ മലയുടെ പകുതിയോളം കയറി, പകുതി മുക്കാലോളം കയറിയിട്ടുണ്ട്. മഴ പെയ്യണ്ടോ, മഴ പെയ്യണ്ടേ. ഇന്നിവിടെ നിന്ന് നനഞ്ഞ് ചെയ്യുമെന്ന് വാങ്ങിക്കോണം.
നനഞ്ഞ് ചെയ്യാനും വേണ്ടിയില്ല, കയറ്റം കയറിയാലും വേണ്ടിയില്ല. ഇത്രയും നല്ലൊരു വ്യൂ കാണാനായിട്ട് പിന്നെ കയറ്റം കയറിയില്ല പിന്നെ എന്തിനുള്ള മച്ചാനെ. കയറ്റം കയറുമെന്ന് ആരും നോക്കണ്ട കേട്ടോ, കിലോമീറ്ററുകൾ നടക്കണ ആരും നോക്കണ്ട. എന്തായാലും നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വീണ്ടും മറന്നുപോയി. എന്തായാലും ഇവിടെ വരണം, കാറ്റാടിക്കടവ്. എൻ്റെ പൊന്നോ, നല്ല കാറ്റുമുണ്ട്, നല്ല ക്ലൈമറ്റും ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. ഇപ്പോഴാണ് ഈ മഴ പെയ്യാൻ പോകുന്നത്. കാറ്റോട് കാറ്റിനെ കേട്ടണ്ട സീനാണ് എടുത്തോണ്ടിരിക്കുന്നത്. തൊമ്പം കുത്തൊന്നും പോകില്ല കേട്ടോ, ഞാനിവിടെ തന്നെ നിൽക്കാൻ സൂപ്പർ വ്യൂ രക്ഷില്ലാട്ടോ. അപ്പൊ അങ്ങനെ കാറ്റാടിക്കടവ് കഴിഞ്ഞു. കാറ്റാടിക്കടവിൽ നിന്ന് ഇറങ്ങണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇറങ്ങണ വഴിയൊക്കെ കുറച്ച് എടുക്കാനുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ മൊബൈലിലെയും ഗോപ്രോയുടെയും ചാർജും തീർന്നു പോയി, മൊബൈലിലെ മെമ്മറിയും ഫുള്ളായി. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇനിയിപ്പോ ഇനിയിപ്പോ വേറെ 2 വ്യൂ പോയിന്റ്, ഒരു പിന്നെ തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ്, വേറൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. പാൽക്കുളമേട് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ വേറെ ദിവസം വന്ന് കാണാം. പാൽക്കുളമേടൊക്കെ നമ്മൾ ഏർലി മോർണിംഗ് എടുക്കേണ്ടതാണ്. ഈ സമയത്ത് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുമല്ല മഴയും പൊടിയാനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതുമല്ല, ഞാൻ പപ്പടം എന്ന് പറഞ്ഞാൽ പോരാ, പപ്പടമാണ്. കാലിൻ്റെയൊക്കെ അവസ്ഥ നാളെ എന്തായിരിക്കും എന്നൊരു പിടിയില്ല. നാളെ ആണെന്നുണ്ടെങ്കിൽ വർക്കുള്ളതാണ്. എന്തായാലും വർക്കിനൊക്കെ പോകും, അത് വിഷയമൊന്നുമില്ല. അല്ല പറഞ്ഞാണ്, ഇനിയും വേറൊരു വ്യൂ പോയിന്റ് മുകളിലോട്ടൊന്നും കയറാനുള്ള ഒരു പവറില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ്. ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഓക്കെ.